ഓം നമോ നാരായണായ നമ. സ്വാമിയേ ശരണമയ്യപ്പ. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുക. വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക. ഇന്നത്തെ വിഷയം ഒരു ജാതകത്തിലെ ശുഭഗ്രഹങ്ങൾ ഏതൊക്കെ എന്നുള്ളതാണ് പറയുന്നത്. കൂടാതെ തന്നെ അതിൽ ക്രൂരഗ്രഹങ്ങളും വരുന്നുണ്ട് ജാതകത്തിൽ. അതും കൂടെ ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോകുന്നുണ്ട്. ഈ ഗ്രഹങ്ങളിൽ ചിലത് സ്വതേ ശുഭങ്ങളും മറ്റുള്ളവ അശുഭങ്ങളുമാണ്. ഇപ്പോൾ വ്യാഴൻ, ശുക്രൻ, ബുധൻ, ബലവാനായിട്ടുള്ള ചന്ദ്രൻ എന്നീ ഗ്രഹങ്ങളൊക്കെ പ്രകൃത്യാ തന്നെ ശുഭഗ്രഹങ്ങളാണ്. വെളുത്ത പക്ഷത്തിലെ ദശമി മുതൽ കറുത്ത പക്ഷത്തിലെ പഞ്ചമി വരെ ചന്ദ്രൻ ബലവാനാണ്. ശേഷമുള്ള കാലങ്ങളിലെ ചന്ദ്രനെ ക്ഷീണചന്ദ്രൻ എന്നാണ് പൊതുവെ പറയുന്നത്. ക്ഷീണചന്ദ്രൻ സ്വതേ ശുഭനല്ല. ചൊവ്വ, സൂര്യൻ, ശനി, രാഹു, കേതു ഈ ഗ്രഹങ്ങൾ പ്രകൃത്യാ അശുഭഗ്രഹങ്ങളാണ്. ക്ഷീണചന്ദ്രനും ബുധനും പാപഗ്രഹങ്ങളോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ അപ്രകാരമുള്ള ചേർച്ച കൊണ്ട് പാവന്മാരായിത്തീരും. ആ മറ്റ് ഗ്രഹങ്ങളും കൂടെ പാവന്മാരായിത്തീരും എന്നുള്ളതാണ്. ഇതിൽ തന്നെ വ്യാഴവും ബലവാനായ ചന്ദ്രനും പരിപൂർണ ശുഭന്മാരാണ്. ശുഭഗ്രഹങ്ങളെ തന്നെ സൗമ്യഗ്രഹങ്ങളെന്നും അശുഭഗ്രഹങ്ങളെ ക്രൂരഗ്രഹങ്ങളെന്നും പറയാം. ഈ ഗ്രഹത്തിന് വ്യാഴവും ബലയുക്തനായ ചന്ദ്രനും പൂർണ്ണ സൗമ്യന്മാരാകുന്നു. ശുക്രൻ മുക്കാൽ സൗമ്യനും ബുധൻ പകുതി സൗമ്യനും ആയിട്ടാണ് കണക്കാക്കി വരുന്നത്. ക്രൂരഗ്രഹങ്ങളെ അശുഭന്മാരെന്നും പാവന്മാരെന്നും ഒക്കെ പറയാറുണ്ട്. ശനി, കുജൻ, രവി ഈ ഗ്രഹങ്ങൾ ക്ഷീണചന്ദ്രനും പാപങ്ങളോട് ചേർന്ന അല്ലെങ്കിൽ പാപനോട് ചേർന്ന ബുധനും ക്രൂരന്മാരായി തന്നെ കണക്കാക്കും. ഇവരിൽ ശനി പൂർണ്ണ പാവനും, ചൊവ്വ മുക്കാൽ പാവനും, സൂര്യൻ പകുതി പാവനും, പാപനോട് ചേർന്ന ബുധൻ പകുതി പാവനുമായി തീരുന്നു. അതായത് സൗമ്യഗ്രഹങ്ങളിൽ വരുന്നത് പൂർണ്ണനായിട്ടുള്ള വ്യാഴം, ബലവാനായ പൂർണ്ണനായിട്ടുള്ള ചന്ദ്രൻ, ശുക്രൻ മുക്കാലിൽ, ബുധൻ അര എന്നിവ സൗമ്യഗ്രഹങ്ങളും, പൂർണ്ണനായിട്ടുള്ള ശനി ക്രൂരഗ്രഹം, മുക്കാലിൽ വരുന്ന കുജൻ ക്രൂരഗ്രഹം, അരയിൽ വരുന്ന ആദിത്യൻ, ക്ഷീണചന്ദ്രൻ അര, പാപയുക്തനായിട്ടുള്ള ബുധൻ എന്നിവ ക്രൂരഗ്രഹങ്ങളിലും വന്ന് ഭവിക്കും എന്നുള്ളതാണ്. ഈ ഗ്രഹങ്ങളെ കൂടാതെ ബാക്കിയുള്ള ശേഷിച്ചിട്ടുള്ള ഉപഗ്രഹങ്ങളായിട്ടുള്ള രാഹു, കേതു എന്നിവ പൊതുവെ പാവന്മാരായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. ഈ ഗ്രഹങ്ങളെ സ്വശക്തിയുള്ള ഗ്രഹങ്ങളായിട്ട് കരുതിയിട്ടില്ല ജ്യോതിഷപരമായിട്ട്. ഈ ഗ്രഹങ്ങൾ ഏത് ഗ്രഹത്തോട് ചേർന്ന് നിൽക്കുന്നുവോ അതിൻ്റെയും അല്ലെങ്കിൽ ഏതു രാശിയിൽ നിൽക്കുന്നുവോ ആ രാശ്യാധിപൻ്റെയും ആയിരിക്കും സാധാരണ ഈ രണ്ട് രാഹു കേതുക്കളും കൂടെ പ്രദാനം ചെയ്യുന്നത് എന്ന് പറയുന്നത്. ഇനി ഒരു ജാതകത്തിൽ തന്നെ ക്രൂരമായിട്ടുള്ള ഗ്രഹങ്ങളെന്ന് പറയുമ്പോൾ 3, 6, 11 എന്നീ ഭാവനാഥന്മാരായിട്ട് വരുന്നത് 1, 4, 7, 10 എന്നിവ കേന്ദ്രാധിപതിയുമായിട്ടുള്ള സൗമ്യഗ്രഹങ്ങൾ, 2, 12 എന്നിവ ഭാവാധിപന്മാർ പാപഗ്രഹത്തിനോട് ചേർന്നോ അല്ലെങ്കിൽ തനിയെ പാപരാശിയിലോ നിന്നാൽ ക്രൂരമായിട്ട് ഭവിക്കും. 8ാം ഭാവനാഥൻ ലഗ്നാധിപനും കൂടി അല്ലെങ്കിൽ അതും ക്രൂരമായിട്ട് ഭവിക്കും. ഭാവനാഥന്മാരായിട്ട് വരുന്ന ക്രമമനുസരിച്ച് ശുഭന്മാരും ക്രൂരനുമല്ലാത്ത ചില ഗ്രഹങ്ങൾ ചിലപ്പോൾ ഏതാണ്ടൊരു നിഷ്പക്ഷ നില സ്വീകരിക്കുമെന്നുള്ളതാണ്. ഈ കാരണങ്ങൾ അതായത് ചന്ദ്രനും സൂര്യനുമാണ്. ഓരോ ഭാവാധിപ സ്ഥാനമനുസരിച്ച് ഗ്രഹങ്ങൾ അനുകൂലികളും പ്രതികൂലികളും ഒക്കെ അല്ലെങ്കിൽ നിഷ്പക്ഷകരായിട്ടും വരുന്നു എന്നുള്ളതാണ്. അതിൽ 1ാം ഭാവാധിപത്യത്തിൽ വരുമ്പോൾ ചന്ദ്രൻ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ഗ്രഹങ്ങളും ശുഭന്മാരായിരിക്കും. അവിടെ ക്രൂരഗ്രഹങ്ങളില്ല. ചന്ദ്രനായിരിക്കും നിഷ്പക്ഷമായിട്ട് നിൽക്കുന്നത്. ഇനി 5 അല്ലെങ്കിൽ 9ാം ഭാവാധിപത്യത്തിൽ വരുമ്പോൾ അവിടെ എല്ലാ ഗ്രഹങ്ങളും ശുഭന്മാരായിട്ട് ഭവിക്കും എന്നുള്ളതാണ്. അവിടെ ക്രൂരഗ്രഹങ്ങൾ ഉണ്ടാവില്ല. നിഷ്പക്ഷക സ്ഥാനത്തും ഗ്രഹങ്ങളുണ്ടാവില്ല. 4, 7, 10 എന്നിവയിൽ വരുമ്പോൾ ശുഭന്മാരായിട്ട് വരുന്നത് കുജൻ, അതായത് ചൊവ്വ, ശനി, രവി, ആദിത്യൻ ഈ 3 ഗ്രഹങ്ങൾ ശുഭന്മാരായിരിക്കും. വ്യാഴൻ, ശുക്രൻ, ബുധൻ, ചന്ദ്രൻ എന്നീ ഗ്രഹങ്ങൾ ക്രൂരസ്ഥാനത്തും വരും.
നിഷ്പക്ഷമായിട്ട് ഗ്രഹങ്ങൾ ഉണ്ടാവില്ല. 3, 6, 11 എന്നിവ വരുമ്പോൾ ശുഭഗ്രഹങ്ങൾ ഉണ്ടാവില്ല. എല്ലാ ഗ്രഹങ്ങളും ക്രൂര സ്ഥാനങ്ങളായിരിക്കും. നിഷ്പക്ഷ സ്ഥാനവും ഉണ്ടാവില്ല. 8-ാം ഭാവാധിപത്യത്തിൽ വരുമ്പോൾ അവിടെയും ശുഭഗ്രഹങ്ങളില്ല, ക്രൂരന്മാരില്ല. രവി, ചന്ദ്രൻ എന്നിവ നിഷ്പക്ഷമായിട്ട് നിൽക്കും. 2, 12 എന്നീ ഭാവാധിപത്യത്തിൽ വരുമ്പോൾ ശുഭഗ്രഹങ്ങൾ ഉണ്ടാവില്ല, ക്രൂരഗ്രഹങ്ങൾ ഉണ്ടാവില്ല. രവി, ചന്ദ്രൻ എന്നിവ നിഷ്പക്ഷമായി ഭവിക്കും എന്നുള്ളതാണ്. ഇവിടെ മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിക്കാനുള്ളത് ഗ്രഹദൃഷ്ടി അല്ലെങ്കിൽ ഗ്രഹത്തിൻ്റെ നോട്ടം എന്നുള്ളത് പല ആൾക്കാർക്കും അറിയാം. പല ആചാര്യന്മാരും പറഞ്ഞിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. ഒരു ഗ്രഹത്തിൽ ഒരു ദൃഷ്ടി കിടക്കുന്നുണ്ട്, ഒരു ദൃഷ്ടിയുണ്ട് എന്ന് പറയുന്നത്. അതായത് ഗ്രഹങ്ങൾക്ക് ഓരോ രാശികളിൽ നിൽക്കുമ്പോഴും അവയുടെ രശ്മികൾ ഇങ്ങനെ 4 പാടും പ്രസരിക്കും എന്നുള്ളതാണ്. ഒരേ ഇതിലല്ല, ഒരു വൈഡായിട്ട് പോകുന്ന ഒരു രീതിയാണ്. അപ്പോൾ ആ കാര്യത്തിൽ അങ്ങനെ ആ കൂട്ടത്തിൽ വരുമ്പോൾ ആ ഒരു പ്രകാശം മറ്റ് ചില രാശികളിൽ പരിപൂർണമായിട്ടും പതിക്കുകയുണ്ടാവും. ചിലതിലാണെങ്കിൽ അത് അല്പാൽപമായി എത്തുകയും മറ്റ് ചിലതിലാണെങ്കിൽ അത് അശേഷം പ്രവേശിക്കാതിരിക്കുകയും ചെയ്യുന്നു. ഇപ്രകാരം ഗ്രഹരശ്മികൾ പതിക്കുന്ന രാശികളെയും അതിൽ തൽക്കാലം നിൽക്കുന്ന മറ്റു ഗ്രഹങ്ങളുടെയും കാര്യമാണ് മുന്നേ പറഞ്ഞ ദൃഷ്ടി അല്ലെങ്കിൽ ഗ്രഹങ്ങളുടെ ദൃഷ്ടി എന്ന് പറയുന്നത്, ഗ്രഹങ്ങളുടെ നോട്ടം എന്ന് പറയുന്നത്. ശുഭഗ്രഹങ്ങൾ ഇപ്രകാരം ദൃഷ്ടി ചെയ്യുന്ന ഗ്രഹങ്ങൾക്കും ആ ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങൾക്കും അനുകൂല ശക്തി പ്രദാനം ചെയ്യുന്നു എന്നുള്ളതാണ്. ക്രൂരഗ്രഹങ്ങളുടെ ദൃഷ്ടി നേരെ മറിച്ചുള്ള ബലം ഉണ്ടാക്കും. വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഏതെല്ലാം ഭാവങ്ങളിലേക്ക് ഉണ്ടാകുന്നുവോ അതിനൊക്കെ കൂടുതൽ ആനുകൂല്യവും പുഷ്ടിയും ഉണ്ടാകും എന്നുള്ളതാണ്. എല്ലാ ഗ്രഹങ്ങളും അവ നിൽക്കുന്നതിൻ്റെ നേരെ എതിർവശത്ത്, അതായത് 7-ാമത്തെ സ്ഥാനത്ത് പൂർണ്ണമായി ദൃഷ്ടി ചെയ്യുന്നു. അതായത് മേടത്തിൽ നിൽക്കുന്ന ഗ്രഹം തുലാത്തിലേക്കും കുംഭത്തിൽ നിൽക്കുന്ന ഗ്രഹം ചിങ്ങത്തിലേക്കും, ആ ഒരു രീതിയിൽ. ഇത് എല്ലാ ഗ്രഹങ്ങൾക്കും പൊതുവേ ഉള്ള ഒരു നിയമം തന്നെയാണ്. ഇതുകൂടാതെ ഓരോ ഗ്രഹങ്ങൾക്കും പ്രത്യേകമായി വിശേഷാൽ ദൃഷ്ടികളുമുണ്ട്. ശനി 7-ാമിടത്ത് കൂടാതെ 3, 10 സ്ഥാനങ്ങളിലേക്ക് പൂർണ്ണമായി വീക്ഷിക്കുന്നു. ശനി ഒഴിച്ച് മറ്റ് 6 ഗ്രഹങ്ങൾക്കും 3, 10 സ്ഥാനങ്ങളിലേക്ക് 4-1 ദൃഷ്ടി മാത്രം ഉണ്ടാകും. വ്യാഴത്തിന് അതുപോലെ 5, 9 ഭാവങ്ങളിലേക്കും വിശേഷാൽ പൂർണ്ണ ദൃഷ്ടിയുണ്ട്. കുജന് 4, 6 ഈ ഭാവങ്ങളിലേക്ക് വിശേഷാൽ പൂർണ്ണ ദൃഷ്ടി ഉണ്ടാകും. ഏതൊരു ഗ്രഹവും 1, 2, 6, 11, 12 ഈ സ്ഥാനങ്ങളിലേക്ക് നോക്കുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ രാഹുകേതുക്കൾ പ്രകാശമാനങ്ങളല്ലാത്ത ഗ്രഹങ്ങളായതുകൊണ്ട് അവയുടെ ദൃഷ്ടി എന്ന് പറയുന്നത് ചിന്തനീയമല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായാൽ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എന്നിവ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.